അടുത്ത നെക്സ്റ്റ് നമുക്ക് താഴോട്ടുള്ള നോക്കാം. അതായത് നമ്മുടെ ആംഗിളിലോട്ടും ഫീറ്റിലോട്ടും ഉള്ളത്. ആംഗിളിൽ കൂടുതലായിട്ടും ആംഗിൾ സ്പ്രെയിൻ ആണ് ഉണ്ടാവാറ്. അതായത് കാല് നമ്മൾ ഇങ്ങനെ ചരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലി ചവിട്ടി ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ ലിഗമെൻറ്റ് സ്പ്രെയിൻ ഉണ്ടാകും. കാലിൻ്റെ ഈ കൂടുതൽ ഔട്ടർ സൈഡിലുള്ള ലിഗമെൻസിനാണ് സ്പ്രെയിൻ ഉണ്ടാകുന്നത്. പക്ഷേ ആംഗിൾ സ്പ്രെയിൻ ഉണ്ടായിട്ട് ഇച്ചിരി വലിയ രീതിയിലുള്ള സ്പ്രെയിനാണ് ഉണ്ടാകുന്നതെങ്കിൽ, ചെറിയ സ്പ്രെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും, പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇച്ചിരി വലിയ സ്ട്രെയിൻ ആണെങ്കിൽ ഇത് നമ്മളെ മൊത്തത്തിൽ ബോഡിയെ ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചെറിയ സ്ട്രെയിൻ ആയതിന് ശേഷം ഈ അത്യാവശ്യം ഒരു ഗ്രേഡ് 1 or 2 സ്ട്രെയിനൊക്കെ ആയെന്ന് വെച്ചോ, അപ്പോൾ ആ സ്ട്രെയിൻ ആയിട്ട് പിന്നീട് നമ്മുടെ ആ സെയിം ഇഞ്ചുറി ആയ ലിഗമെൻറ്റ് വീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡുള്ള ലിഗമെൻറ്റ് ഓവർ വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ആംഗിളിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടും. ആംഗിളിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം പിന്നെ നമ്മൾ ഈ നടക്കുന്നതും സ്റ്റെപ്പ് കയറുന്ന എല്ലാം ഈ കാല് വെച്ചാൽ, അപ്പോൾ ആംഗിളിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ ആ ബോഡി നീലോട്ടും ഹിപ്പിലോട്ടും നടുവിനെ എല്ലാം ബാധിക്കും. നടുവിനെ കഴുത്ത് വരെ ബാധിക്കും. കഴുത്തിന് വരെ നമുക്ക് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓവർ റെഗുലേറ്റർ ആയിട്ടുള്ള ഈ ലിഗമെൻസിനെ നമ്മൾ ആദ്യം റെസ്റ്റ് പീരീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ഓവർ റെഗുലേറ്റർ ആയിട്ടുള്ള ആ ലിഗമെൻസിനെ നമ്മൾ റിലീസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട്, മറ്റേത് ചിലപ്പോൾ അത് ഓവർ റെഗുലേറ്റർ ആയിരിക്കും, ചിലപ്പം അണ്ടർ റെഗുലേറ്റഡും ആയിരിക്കും, അതായത് അണ്ടർ വർക്കിങ്ങും ആയിരിക്കും. അതായത് ലിഗമെൻസിനും ഒരു കോൺട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് മസിലിനുള്ളതുപോലെ തന്നെ. ഈ ലിഗമെൻസിനെ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യാൻ പാടായിരിക്കും. നമ്മളപ്പം മാനുവലായിട്ട് കൈ വെച്ച് അമർത്തി അതിനെ ആ ട്രിഗർ പോയിൻ്റുള്ള സ്ഥലത്ത് അതിനെ സോഫ്റ്റൻ ചെയ്തിട്ട്, പിന്നെ ഈ ആംഗിളിൻ്റെ ചിലപ്പോൾ അപ്പർ സൈഡിലെ ലിഗമെൻ്റ് ആയിരിക്കാം, അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. ചിലപ്പം ഈ ലിഗമെൻറ്റ് ട്രിഗർ പോയിൻ്റ് ഉള്ള കാരണം നമ്മുടെ ഹിപ്പ് മസിൽ വീക്കായിരിക്കാം, അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പോൾ ഇതിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ മേളിലോട്ട് വലിയ പ്രശ്നം വരത്തില്ല. ഇത് ആദ്യമേ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് മേളിലോട്ട് നമ്മുടെ ഹിപ്പിനും നടുവിനും കഴുത്തിന് വരെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു കാലിൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ നമ്മൾ നടക്കുകയും സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഓടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയുക, നമ്മുടെ കൈനറ്റിക് ചെയിൻ എന്ന് പറയുന്നത് അഫക്റ്റഡ് ആവും. അപ്പോൾ ആംഗിളിൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് ആദ്യം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ആ ആംഗിളിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി മാത്രം റീസ്റ്റോർ ചെയ്താൽ മതി, വേറെ ഹിപ്പിനെ ഒന്നും പ്രശ്നം കാണത്തില്ല. പിന്നീടാണെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. പലരും അത് ശ്രദ്ധിക്കാതെ വിടാറുണ്ട്, നീര് പോയി വേദന പോയെന്നും പറഞ്ഞിട്ട്. പക്ഷേ സ്പോർട്സിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് എന്തായാലും അത് പിന്നെയും ബാധിക്കും. അവർ വീണ്ടും കളിക്കുന്ന കാരണം വീണ്ടും അവർക്ക് അവിടെ പെയിൻ വരാൻ തുടങ്ങും. അപ്പോൾ അവർ വീണ്ടും വരും. പക്ഷെ മറ്റുള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിക്കത്തില്ല, അവരതും അറിയത്തില്ല, അതും വെച്ചുകൊണ്ട് നടക്കും. കുറേ ആൾ കഴിയുമ്പോഴായിരിക്കും ബാക്കി പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചോദിച്ച് ആദ്യം നമുക്ക് മനസ്സിലാവത്തില്ല, കാരണം ഇത് കുറേ നാൾ മുമ്പുള്ളതായിരിക്കും. അപ്പോൾ ഇവർ ഓർമ്മ കാണത്തില്ല. ഇങ്ങനെ നമ്മൾ ചോദിച്ച് വരുമ്പോഴത്തേക്ക് അതുണ്ട്. അപ്പോൾ അതും കൂടെ കറക്റ്റ് ചെയ്യുമ്പോഴേ ഇവരുടെ ടോട്ടൽ റിക്കവറി നടക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യേറ്റിസും ഹീൽ പെയിനും ഒക്കെ അത് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ നീ മസിൽസോ ഹിപ്പ് മസിലോ കോർ മസിൽസോ ഒക്കെ വീക്കായിരിക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ ഈ ഫീറ്റിനെ ഉപയോഗിച്ച് നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഗ്രൗണ്ടിൽ നടക്കാനോ സ്റ്റെപ്പ് കയറാനോ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കൂടുതൽ ഫീറ്റിന് ഉപയോഗിക്കേണ്ടി വരും. ഫീറ്റ്, ഈ നമ്മുടെ ലോവർ ലെഗിലെ കാഫ് മസിലൊക്കെ. അപ്പം ഇതൊക്കെ ടൈറ്റായിട്ട്, അപ്പോൾ പ്ലാന്റാർ ഫേഷ്യ കയറി ടൈറ്റാവും, കാഫ് മസിൽ ടൈറ്റാവും. അപ്പോൾ ഇത് കാരണം ഹീൽ പെയിനും നമ്മുടെ ഫൂട്ടിൻ്റെ അടിയിലത്തെ പെയിനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുക, അതായത് അതിനെയൊക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക റിലീസ് ചെയ്യുകയൊക്കെ ചെയ്ത് അത് ടൈറ്റായിരിക്കാൻ കാരണമായ ബാക്കിയുള്ള മസിലിനെയൊക്കെ സ്ട്രെങ്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പം ഫീറ്റിൻ്റെ അടിയിൽ നമ്മൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ മറ്റേ മസാജ് കണക്കോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മൊഡാലിറ്റി ഉപയോഗിച്ച് പെയിന് കുറച്ചിട്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഇതിപ്പോൾ സാധാരണ ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് നാളത്തേക്ക് കുഴപ്പം കാണത്തില്ല, കുറേ ആൾ കഴിയുമ്പം പിന്നെയും പെയിൻ വരും. സ്പോർട്സിലുള്ളവർക്ക് തീരെ പറ്റില്ല, അവർക്ക് ഒന്ന് വീണ്ടും കളി തുടങ്ങുമ്പോഴേ വീണ്ടും പെയിൻ വരും. അതുകൊണ്ടാണ് സാധാരണ ആൾക്കാർ അറിയാത്തത്. അതവർക്ക് കൂടുതൽ നാൾ മറ്റേ പെയിൻ റിലീവിങ് ചെയ്തതിൻ്റെ അത് നിലനിൽക്കും. കാരണം അവർ വീണ്ടും വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും പെയിൻ തിരിച്ചു വരും. നമ്മൾ പ്രോപ്പർ ആ പെയിൻ ഇനിഷ്യലി വരുമ്പോഴേ ഒരു പ്രോപ്പർ കെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഇത് കണക്ക് മുട്ട് തേയ്മാനം ഇല്ലാതെ, മുട്ട് മാറ്റിയൊന്നും വെക്കാതെ, നമുക്ക് വേറെ സർജറി ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. എല്ലാത്തിനും മെയിനായിട്ട് വേണ്ടുള്ളത് നമ്മുടെ ഓവറോൾ മസിൽ സ്ട്രെങ്ത്, അതായത് എല്ലാ മസിലും വർക്ക് ചെയ്യുന്ന ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മളൊരു
അസസ്മെൻ്റ് എടുത്താൽ അറിയാൻ പറ്റും. നമുക്കിപ്പം പ്രശ്നമില്ലെങ്കിൽ പോലും അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പോർട്സിലൊക്കെ മസ്കുലോസ്കെലറ്റൽ സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കണ്ടുപിടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. നേരത്തെ എന്തെങ്കിലും ഡിസ്കംഫർട്ടേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കത് വഴി കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് കൊണ്ട് തന്നെ അത് മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് സ്ട്രെങ്ത് ബിൽഡ് ചെയ്താലും അത് നമ്മൾ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു അതേ നമ്മുടെ ബോഡിയിൽ അഡാപ്റ്റ് ആയിരിക്കും. നമ്മൾ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെങ്ത് നിലനിൽക്കും. സ്ട്രെങ്ത് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും, കുറഞ്ഞ് വളരെ ലോ ആയിരിക്കും. അതങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ സ്ട്രെങ്ത് ചെയ്തെടുത്താലും വീണ്ടും നമ്മളതൊരു ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഇപ്പം നമ്മുടെ ലോവർ ബോഡി പാർട്ടിന് ഒരു 2 ദിവസം ചെയ്യണം, അപ്പർ ബോഡി പാർട്ടിന് ഒരു 2 ദിവസം ചെയ്യാം, 2-3 ദിവസം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആദ്യം നമ്മൾ റീഹാബ് എക്സസൈസ് എന്ന് പറയുമ്പം ചെറിയ കുറേ ഐസൊലേറ്റ് ചെയ്ത എക്സസൈസ് ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഇതെല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമ്മളൊരു കുറച്ച് കോമ്പൗണ്ട് എക്സസൈസ് ആവശ്യമുള്ളൂ. അതായത് ഇപ്പം സ്ക്വാട്ട് ചെയ്യുന്നു, ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പുഷപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന കണക്ക് അത് കുറേ മസിലിനെ പുള്ളപ്പ് ചെയ്യുന്നത്, കുറേ മസിലിനെ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഒറ്റ കാലിൽ നിന്ന് ചെയ്യുന്ന എക്സസൈസുകളുണ്ട്. അപ്പം കാരണം നമ്മൾ എല്ലാം ഒറ്റക്കാലിലായിരിക്കും. കാരണം നമ്മൾ നടക്കുന്ന സ്റ്റെപ്പ് കയറുന്ന അപ്പോഴെല്ലാം നമ്മൾ ഒരു കാലിലാണ് നമ്മുടെ വെയിറ്റ് മുഴുവൻ ലോഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലിലേ ഒരു സമയത്ത് കാണത്തുള്ളൂ. അപ്പം നമ്മൾ ട്രെയിൻ ചെയ്താലും ഒരു സിംഗിൾ ലെഗ് യൂസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങിലോട്ടൊക്കെ പോകണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആകുമ്പോൾ കുറച്ച് എക്സസൈസുകൾ വെച്ച് തന്നെ നമുക്ക് എല്ലാ മസിലും കറക്റ്റ് ടെക്നിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ബാലൻസിൽ നിർത്താൻ പറ്റും. ഇന്ന് നമ്മൾ മുട്ടിനെയും ആങ്കിൾ ഫൂട്ട് റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റിയാണ് സംസാരിച്ചത്.